सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। ओम सदाशिवसमारंभा शंकराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वक्प्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണായ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത്. ബൃഹദാരണ്യക ഉപനിഷത്ത് ശുക്ലയജുർവേദത്തിൻ്റെ ബ്രാഹ്മണ ഭാഗത്തുള്ള ഉപനിഷത്താണെന്ന് കണ്ടു. യാജ്ഞവൽക്യ മഹർഷിയാണ് ശുക്ലയജുർവേദത്തിൻ്റെ പ്രവർത്തക ആചാര്യൻ. ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷി പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ അനുഭവങ്ങളെ ബ്രഹ്മവിദ്യാ പ്രകരണങ്ങളായിക്കൊണ്ട് ആഖ്യായികളായിക്കൊണ്ട് ഉപദേശിക്കുന്ന 3 കാണ്ഡങ്ങളോടുകൂടി 6 അധ്യായങ്ങളോട് കൂടിയതാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അതിൽ നമ്മൾ കാണ്വശാഖയാണ് പഠിക്കുന്നത്. കാരണം കാണ്വശാഖ മാത്രമേ കലിയുഗത്തിൽ നമ്മൾക്ക് മന്ത്രരൂപത്തിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റൊരു ശാഖ ഉണ്ടായിരുന്നു, മാധ്യന്തിക ശാഖ. അത് മന്ത്രങ്ങൾ ത്രേതായുഗാനന്തരം ദ്വാപരയുഗാനന്തരം കലിയുഗത്തിൽ അത് മന്ത്രങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴുള്ള പാഠ്യപദ്ധതികൾ അദ്വൈത വേദാന്ത പരമ്പരയിലുള്ള പ്രവർത്തക ആചാര്യന്മാർ ആചരിക്കുന്നതും അധ്യയനം ചെയ്യുന്നതും അധ്യാപനം ചെയ്യുന്നതും ബൃഹദാരണ്യക ഉപനിഷത്തിൻ്റെ കാണ്വശാഖയാണ്. അപ്പം നമ്മളും ആ പരമ്പരയിൽ കാണ്വശാഖയാണ് പഠിക്കുന്നത്. പ്രഥമ അധ്യായം സാമാന്യമായി യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹത്താൽ നമ്മൾ കണ്ടു. ഉപാസനാ പ്രകരണം, ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന 2 പ്രകരണങ്ങളായിക്കൊണ്ട് 12 ബ്രാഹ്മണങ്ങളായിക്കൊണ്ട് കണ്ടു. പ്രധാനമായും അതിൽ നമ്മൾ ചർച്ച ചെയ്തത് സത്യസ്യ സത്യമെന്ന ഉപദേശവാക്യം, പിന്നെ ഉപാസനകൾ, ആ സത്യത്തെ അറിയുവാനുള്ള അധികാരം നേടിയെടുക്കുവാനായി യാജ്ഞവൽക്യ മഹർഷി ആഖ്യായിക രൂപത്തിൽ ഉപാസനകൾ പറഞ്ഞു തന്നു. അതിനുശേഷം മൈത്രേയി ബ്രാഹ്മണത്തിൽ പ്രധാനമായും എങ്ങനെ ബ്രഹ്മവിദ്യയെ നേടാം, അതിനുള്ള മുഖ്യ സാധനയും
അവാന്തര സാധനയും. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. മൈത്രേയി ബ്രാഹ്മണത്തിൽ മുഖ്യമായും നമ്മൾ കണ്ടത് മുഖ്യ സാധനയായി ശ്രവണം, അവാന്തര സാധനകളായി ഉപാസനകൾ, മനന, നിധിധ്യാസനാദികൾ കണ്ടു. അങ്ങനെ ഒന്നാമത്തെ കാണ്ഡം മധുകാണ്ഡം നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തെ കാണ്ഡത്തിലേക്ക് എത്തി. മുനികാണ്ഡം അല്ലെങ്കിൽ യാജ്ഞവൽക്യകാണ്ഡം. മുനികാണ്ഡത്തിലും 2 അധ്യായങ്ങളാണ്, അധ്യായം 3ഉം 4ഉം. അധ്യായം 3 9 ബ്രാഹ്മണങ്ങളായിക്കൊണ്ട് ജൽപ്പരൂപ ഉപപത്തി പ്രകരണമെന്ന പേരോടുകൂടിയാണ് യാജ്ഞവൽക്യ മഹർഷി 3ാമത്തെ അധ്യായം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ജൽപ്പരൂപം എന്ന് വെച്ചാൽ അദ്വൈതത്തിനെ ഖണ്ഡിക്കാൻ വരുന്നവരെ എല്ലാവരെയും യാജ്ഞവൽക്യ മഹർഷി വേദത്തിൻ പ്രമാണമാക്കിക്കൊണ്ട്, വേദത്തിലെ മന്ത്രങ്ങളെ പ്രമാണമാക്കിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി മറ്റുള്ളവരെയൊക്കെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. 9 ബ്രാഹ്മണങ്ങളാണെന്ന് കണ്ടു. അതിൽ ആഖ്യായിക ആരംഭിക്കുകയാണ്. അശ്വല ബ്രാഹ്മണത്തിൽ ആ മന്ത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ദയവായി ഒരുമിച്ച് പാരായണം ചെയ്യുക. ആഖ്യായിക അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അതിൻ്റെ പാരായണ വിധിയും കുറച്ച് പ്രയാസമായതുകൊണ്ട് എല്ലാവരും കൂടെ തന്നെ ചൊല്ലുക. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം ജനകോ ഹവൈ ദേഹഃ ബഹൂദക്ഷിണേന യജ്ഞേത് യജേത് തത്രഃ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഃ അഭിസമേതാ ബഭൂവുഃ തസ്യഃ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ കഃ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂചാനതമ ഇതി സഹ ഗവാം സഹസ്രമവരുരോധ ദശ പാദാഃ ഏക ഏകസ്യാഃ ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. ദ്വിതീയ മന്ത്രം. താൻഹ ഉവാച ബ്രാഹ്മണാഃ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഃ ഉദജതാമിതി തേഹ ബ്രാഹ്മണാഃ ന ദദൃശുഃ അദഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണമുവാച ഏതാഃ സ്വമേവ സൗമ്യ ഉദജ സാമസ്രവാ ഇതി താഃ ഉദജകാര തേഹ ബ്രാഹ്മണാഃ ചുക്രുദുഃ കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രുവീത ഇതി അദഃ ജനകസ്യ വൈദേഹസ്യ ഹോതാ അശ്വലോ ബഭൂവ സഹ ഏനം പപ്രച്ഛ ത്വം नु खलु नो याज्ञवल्क्य ब्रह्मिष्ठः असि इति सहोवाच नमो वयं ब्रह्मिष्ठाय कुर्मः गोकाम एव वयं स्म इति तं ततः एव प्रष्टुं दद्रे होता अश्वलः. ഓക്കെ. ജനക മഹാരാജാവിൻ്റെ ജനകസഭയിലുള്ള ആഖ്യായിക നമ്മൾ കണ്ടിരുന്നു. ഒന്നാമത്തെ മന്ത്രം എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആഖ്യായിക എല്ലാവരോടും ബ്രഹ്മിഷ്ഠനെ കണ്ടുപിടിക്കാനുള്ള ജിജ്ഞാസ കണ്ടു. ദ്വിതീയ മന്ത്രമാണ് നമുക്കിനി കൂടുതലായി ചർച്ച ചെയ്യേണ്ടത്. കുറച്ച് ഭാഷ്യം പറയാനുണ്ട്. കാരണം ഇനി നമ്മൾ ബൃഹദാരണ്യം പഠിക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇത് എഴുതിയെടുക്കുക. ബ്രാഹ്മണാഹ എന്ന വാക്കായിരുന്നു പ്രഥമ മന്ത്രത്തിൽ പ്രധാനമായിട്ടും കണ്ടത്. അവിടെ നമ്മൾ 2 അർത്ഥം കണ്ടു. വേദപണ്ഡിതൻ, ശാസ്ത്രാർത്ഥി എന്ന്. എന്തുകൊണ്ടാണ് ഈ അർത്ഥം വേണ്ടവർ എഴുതിയെടുക്കുക. വേദ അധ്യയന സമ്പന്നാഹ ശാസ്ത്രാർത്ഥി ഇത്യർത്ഥഃ. എങ്ങനെയാണ് ഒരാളെ ശാസ്ത്രാർത്ഥി എന്ന് നമ്മൾ വിളിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരർത്ഥം കണ്ടിരുന്നു. അത് തന്നെ മറ്റൊരു രൂപത്തിൽ
പറഞ്ഞു തരികയാണ് ആചാര്യസ്വാമികൾ ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യത്തിൽ. വേദ അധ്യയന സമ്പന്നാഹ. നമ്മളൊക്കെ ശാസ്ത്രാർത്ഥികളാകണം, അതിനു വേണ്ടിയാണ് ഈ വാക്ക് വീണ്ടും പറയുന്നത്. ബ്രാഹ്മണൻ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന കുലഗോത്ര ജാതികളേ അല്ല, അല്ലേ, ചാതുർവർണ്ണ്യം ഒന്നുമല്ല. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ഒന്നുമല്ല. ആരാണിവിടെ ബ്രാഹ്മണൻ എന്ന വാക്കിന്? വേദ അധ്യയന സമ്പന്നാഹ ശാസ്ത്രാർത്ഥി ഇത്യർത്ഥഃ. അതായത് നമ്മൾ വേദ അധ്യയനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ഒരു മന്ത്രമെങ്കിലും, അല്ലേ, നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ശ്രവണം ചെയ്യുകയാണെങ്കിൽ, മനനം ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ വേദപണ്ഡിതരാണ്, അല്ലെങ്കിൽ ശാസ്ത്രാർത്ഥികളാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതിന് ഒരുപാട് ദ്വയാർത്ഥങ്ങൾ വരുന്നുണ്ട്, വിപരീതാർത്ഥങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത് ഉറയ്ക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഈ വാക്കുകൾ ഉറച്ചാൽ മാത്രമേ നമ്മുടെ ദ്വൈതാപത്തി മാറുകയുള്ളൂ. വേദ അധ്യയന സമ്പന്നാഹ ശാസ്ത്രാർത്ഥി ഇത്യർത്ഥഃ. ഇനി വേദപണ്ഡിതൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ബ്രാഹ്മണൻ എന്ന വാക്കിന്. അതെന്തെന്ന് വേണ്ടവരെഴുതുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ വളരെ സ്ലോ ആയിട്ട് പഠിക്കൂ, ക്ഷമയുണ്ടാകണം, അതോടൊപ്പം പ്രാർത്ഥനയുണ്ടാകണം. വേദ അധ്യയന സമ്പന്നാഹ ശാസ്ത്രാർത്ഥി ഇത്യർത്ഥഃ. ഇനി വേദപണ്ഡിതൻ എന്ന് ബ്രാഹ്മണനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വേദ അർത്ഥനിഷ്ഠാഹ ഇതി വേദപണ്ഡിതാഹ. വേദ അർത്ഥനിഷ്ഠാഹ ഇതി വേദപണ്ഡിതാഹ. വേദത്തിൻ്റെ അർത്ഥത്തിൽ നിഷ്ഠയുള്ളവൻ. ഓരോ വാക്കും ഓരോ സന്ദർഭത്തിൽ എന്താണ് സൂചിക്കുന്നത് എന്നറിയാൻ കഴിവുള്ളവൻ. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയല്ല. നമ്മൾ വിചാരിക്കും സാധാരണ വേദപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ കുറേ കണ്ടസ്ഥം ചെയ്ത് മനഃപ്പാഠം ചെയ്ത് കുറേ അവർക്ക് പാരായണം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവരാണ് വേദപണ്ഡിതനാണ്, അല്ലേ, നല്ല വ്യാഖ്യാനം ചെയ്യാൻ കഴിവുണ്ട്. ഇവരൊന്നുമല്ല വേദപണ്ഡിതർ. ആരാണ്? വേദ അർത്ഥനിഷ്ഠാഹ. എന്തുകൊണ്ട് ഈ വാക്ക് പറയുന്നതെന്ന് വെച്ചാൽ, വേദപണ്ഡിതന്മാരായിക്കൊണ്ട് ശാസ്ത്രാർത്ഥികളെന്നുള്ള ഒരു പട്ടം സ്വീകരിച്ചുകൊണ്ട് വിദ്വത്സഭയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരൊക്കെ തല താഴ്ത്തുകയാണ് ചെയ്തത്. ആ കഥ ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ആ ആഖ്യായിക നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ എന്തുകൊണ്ട് അവർ തല താഴ്ത്തിയിരുത്തു? ഇവരാരും വേദപണ്ഡിതരല്ലായിരുന്നു. വേദപണ്ഡിതരാരാണ്? യാജ്ഞവൽക്യ മഹർഷിയാണ്, അല്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയമേവ, അല്ലേ, ആരും ക്ഷണിക്കാതെ തന്നെ എഴുന്നേറ്റ് വന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യത്തോടു കൂടി എഴുന്നേൽക്കാൻ സാധിച്ചു? വേദ അർത്ഥനിഷ്ഠാഹ. ഓരോ വേദത്തിൻ്റെയും അർത്ഥത്തെ നല്ലപോലെ അറിയാവുന്നവർ. അങ്ങനെയുള്ളവരെ എന്താ പറയുക, ഫലം ഉണ്ടാകുകയുള്ളൂ പഠിക്കുന്നത് കൊണ്ട്. അല്ലെ, നമ്മൾക്കൊരു സാഹചര്യം വരുമ്പം ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുവാനും ഗുരുപരമ്പരയോടൊപ്പം മുന്നോട്ട് പോകുവാനും സാധിക്കണമെങ്കിൽ നമുക്ക് ഈ സ്വഭാവം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ അർത്ഥം വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ മന്ത്രത്തിലേക്ക്, താഹ ഉവാച ബ്രാഹ്മണാഹ ഭഗവന്തഃ യോവോ ബ്രഹ്മിഷ്ഠഃ. അപ്പോൾ ആ സഭയിലിരിക്കുന്ന ബ്രാഹ്മണന്മാരോടായിക്കൊണ്ട്, ഹേ ഭഗവന്തഃ, നിങ്ങളെല്ലാവരും എനിക്ക് ആദരണീയരാണ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആരാണ് ബ്രഹ്മിഷ്ഠൻ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. ഇപ്പോഴെന്ത് ചെയ്തു? യാജ്ഞവൽക്യ മഹർഷി തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് സ്വമേവ ബ്രഹ്മചാരിണം ഉവാച. ഇവിടെ ബ്രഹ്മചാരി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പല ഉപനിഷത്തുകളിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവർ അല്ലെങ്കിൽ മറന്നു പോയവർക്ക് വേണ്ടി, നമ്മളൊക്കെ മറക്കും, അല്ലേ? അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, ബ്രഹ്മചാരി ആരാണ്? നമ്മളൊക്കെ ബ്രഹ്മചാരിണിയാണ്, അല്ലേ? പുല്ലിംഗാണ് ബ്രഹ്മചാരി, സ്ത്രീലിംഗാണ് ബ്രഹ്മചാരിണി, അല്ലേ? നമ്മളെല്ലാവരും, നമ്മൾ വീട്ടിലിരുന്നാലോ ഹിമാലയത്തിലിരുന്നാലോ നമ്മളൊക്കെ ബ്രഹ്മചാരികളാണ്. എങ്ങനെ ബ്രഹ്മചാരികളാകും?
ബ്രഹ്മണി ചരിതും ശീലം യസ്യ സഹ ബ്രഹ്മചാരിക. ആരാണോ ബ്രഹ്മനിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രഹ്മവിചാരം നടത്തുന്നത്, പരമാത്മവിചാരം നടത്തുന്നത്, മോക്ഷമാർഗത്തിൽ ചരിക്കുന്നത്, അവരൊക്കെ ബ്രഹ്മചാരികളാണ്. അപ്പം യാജ്ഞവൽക്യ മഹർഷി തൻ്റെ ബ്രഹ്മചാരിയെ വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ ആരാണ് ബ്രഹ്മചാരി? നമ്മളൊക്കെ. അപ്പം നമ്മളെ എല്ലാവരെയാണ് യാജ്ഞവൽക്യ മഹർഷി വിളിക്കുന്നത് എന്ന ഭാവമുണ്ടായാലേ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യനാണ്, ശിഷ്യയാണെന്നുള്ള എനിക്ക് ജീവിതത്തിൽ ഉറപ്പുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഏതോ ഒരു ഉപനിഷത്ത് ഞാൻ പഠിക്കുന്നു, അതിലൊരു ശിഷ്യൻ, അതിൽ ഒരു ഗുരു, യാജ്ഞവൽക്യ. എൻ്റെ ഗുരുവായി മാറണമെങ്കിൽ ഞാനായിരിക്കണം ഇവിടുത്തെ ബ്രഹ്മചാരി, എങ്കിലേ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. എന്തിനു വേണ്ടി ഇത് പറയുന്നു? നമ്മളുടെ ശ്രവണം എന്നത് കുറേ കാലങ്ങളായി നടന്നു. ഇനി നമുക്കിത് അനുഭവത്തിൽ വരണം. അതിനു വേണ്ടിയാണ് ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനനം ചെയ്യേണ്ടത്. അപ്പം ഞാനാണ് ബ്രഹ്മചാരി, എന്നോടായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. എൻ്റെ പ്രതിനിധി ആയിക്കൊണ്ട് സാമസ്രവസ് ഇവിടെ വരുന്നു. അങ്ങനെ വേണം ഇതിനെ എടുക്കാനായിട്ട് അല്ലേ. എന്ത് ചെയ്യുന്നു? യാജ്ഞവൽക്യ മഹർഷി സൗമ്യ എന്ന് അതിസംബോധന ചെയ്തുകൊണ്ട് വിളിക്കുകയാണ് സാമസ്രവസ്. സാമവേദ അധ്യയനം ചെയ്യുന്നതാണെന്ന് നമ്മൾ കണ്ടു. ഇനിയും യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിൽ സാമസ്രവസ് മാത്രമല്ല ഉള്ളത്, ബ്രഹ്മചാരിണം ബഹുവചനമാണ് അവിടെ, അതായത് ബ്രഹ്മചാരികളോടായിക്കൊണ്ട്. അപ്പം അവിടെ ആരൊക്കെയുണ്ട്? എഴുതിക്കോളൂ. ഹൃസ്രവസ്, ഋഗ്വേദ അധ്യയനകർത്ത. ശ്രദ്ധിക്കണേ, ഋഗ്വേദ അധ്യയനകർത്ത. അവരെ എന്ത് വിളിക്കുന്നു? ഹൃത്സ്രവാഹ അല്ലെങ്കിൽ ഹൃത്സ്രവസ് എന്ന് വിളിക്കും. സാമസ്രവാഹ എന്ന് പറഞ്ഞില്ലേ. അപ്പം സാമസ്രവസ് ആരാണ്? സാമവേദ അധ്യയനം. അപ്പോൾ ഹൃത്സ്രവസ് ആരായിരിക്കും? ഋഗ്വേദ അധ്യയനകർത്ത. ഇപ്പം നമ്മൾ ഋഗ്വേദമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഋഗ്വേദമാണെങ്കിൽ നമ്മളുടെ പേരെന്താണ്? ബ്രഹ്മചാരി ഹൃത്സ്രവസ് അല്ലെങ്കിൽ ബ്രഹ്മചാരിണി ഹൃത്സ്രവസ്. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഋഗ്വേദമാണ് എങ്കിൽ. ഋഗ്വേദം പഠനം കഴിഞ്ഞു. ഞാൻ നാളെ മുതൽ ഞാൻ പഠിക്കുന്നത് യജുർവേദമാണെങ്കിൽ ഞാൻ ആരായിരിക്കും? യജുസ്രവസ്. വേണ്ടവർ എഴുതുക, യജുർവേദ അധ്യയനകർത്ത. അവരെ എന്ത് വിളിക്കും? യജുസ്രവസ്. യജുർസ്രവസ്, യജുർസ്രവസ് അല്ലെങ്കിൽ യജുസ്രവസ്. റകാരം ഉച്ചരിച്ചില്ലേലും തെറ്റില്ല, ഉച്ചരിച്ചാലും തെറ്റില്ല. ഒന്നെങ്കിൽ യജുർസ്രവസ് എന്ന് പറയും, അല്ലെങ്കിൽ യജുസ്രവസ് എന്ന് പറയും. അപ്പോൾ ഞാൻ യജുർവേദ പഠിക്കുന്നെങ്കിൽ ഞാൻ ആരാണ്? ബ്രഹ്മചാരി യജുർസ്രവസ് അല്ലേ. ഋഗ്വേദ അധ്യയനകർത്ത ആരായിരിക്കും? ഹൃത്സ്രവസ്. യജുർവേദ അധ്യയനകർത്ത യജുസ്രവസ്. സാമവേദ അധ്യയനകർത്ത സാമസ്രവസ്. സാമസ്രവാന്ന് വിളിക്കുമ്പോൾ എന്താ? അല്ലയോ സാമസ്രവസേ എന്നാണ് ആ സാമസ്രവാഹ എന്ന് പറയുന്നത്. യജുർവേദ അധ്യയനകർത്ത സാമസ്രവസ്. അടുത്തത് അഥർവണ വേദ അധ്യയനകർത്ത. ഞാൻ അഥർവണ വേദമാണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖ അഥർവണ വേദമാണെങ്കിൽ എന്നെ എന്ത് വിളിക്കും? അഥർവസ്രവസ്. അഥർവസ്രവസ്, അഥർവസ്രവസ്. ഒന്നുകൂടെ പറയാവേ, ഇത് ഇനി നമ്മൾ പഠിക്കുമോയെന്നറിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പഠിച്ചു പോകുന്നത്. വേണ്ടവർ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കാരണം നമ്മൾക്ക് ഈ 4 പേരും ഉണ്ട്. എന്തിനു വേണ്ടി ഇത് പറയുന്നു? നമ്മളുടെ ഈ അഹംബുദ്ധി മമബുദ്ധി പോവാൻ, ഞാൻ സ്വാമിനിയാണ് അല്ലേ, അത് മാറിയാലേ മോക്ഷം കിട്ടുകയുള്ളൂ. അപ്പം നമ്മളുടെ ആ വ്യവഹാരത്തിലുള്ള ഐഡൻറ്റിറ്റി മാറ്റി നമ്മൾ എന്താക്കണം? ഞാൻ സ്വാമിനിയൊന്നുമല്ല, ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളല്ല അല്ല, എൻ്റെ പേര്
എന്തോ എൻ്റെ പേരെന്തോ ആയിക്കോട്ടെ, അത് വ്യവഹാരത്തിലുള്ള പേരാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ഞാൻ സാമസ്രവസ്സാണ്, അല്ലെങ്കിൽ അഥർവസ്രവസ്സാണ്, ഞാൻ യജുസ്രവസ്സാണ്. ആ ഭാവമുണ്ടെങ്കിലേ നമുക്ക് ബ്രാഹ്മണനാകാൻ സാധിക്കൂ, നിഷ്ഠയുള്ളവനാകാൻ സാധിക്കും. ആ നിഷ്ഠയ്ക്ക് വേണ്ടിയാണ് ഈ വാക്കുകൾ പരിചയപ്പെടുന്നത്. അപ്പം ഇവിടെ സാമസ്രവസിനെ വിളിച്ചു ബ്രഹ്മചാരിണം എന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മചാരികളോടായിക്കൊണ്ട് സൗമ്യാന്ന് വിളിച്ചിട്ട് യാജ്ഞവൽക്യ മഹർഷി അതിൽ ഒരു സൗമ്യനായ സാമസ്രവസിൻ്റെ പേര് പറയുന്നു. അപ്പോൾ ബ്രഹ്മചാരിണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ബ്രഹ്മചാരികൾ എല്ലാവരും ഉണ്ട്. ആരൊക്കെയാണ് ഈ ബ്രഹ്മചാരികൾ? ഹൃക്സ്രവസ് എന്ന ബ്രഹ്മചാരികളുണ്ട്, യജുസ്രവസ് എന്ന ബ്രഹ്മചാരികളുണ്ട് അവിടെ, സാമസ്രവസ് എന്ന ബ്രഹ്മചാരികളുണ്ട് അവിടെ, അഥർവസ്രവസ് എന്ന ബ്രഹ്മചാരികളുണ്ട് അവിടെ. എന്നിട്ട് അതിൽ ഒരാളെ പ്രതിനിധിയായിക്കൊണ്ട് സാമസ്രവസ് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെയും കൊണ്ട് പോയി. ഉദജ, നീ ഇതിനെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് ഗുരുവിൻ്റെ അനുമതി കിട്ടി. ഉദജ എന്ന് വെച്ചാൽ ഗമയ എന്നൊരു പര്യായ പദവും കൂടി ഉണ്ട് ഉദജ എന്ന വാക്കിന്. ഭാഷ്യത്തിൽ ഗമയ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗമയ എന്ന് വെച്ചാൽ ടു ബി ഗ്രാൻഡഡ്, ഞാൻ നിനക്ക് അനുമതി തരുന്നു, നീ ആ സമ്മാന തുകയായ പശുക്കളെയെല്ലാം കൊണ്ടുപോളൂ നമ്മളുടെ ആശ്രമത്തിലേക്ക് എന്ന് വെച്ചാൽ അസ്മാത് ആശ്രമാത് ഗമയ, നമ്മുടെ ആശ്രമത്തിലേക്ക് നീ ഈ പശുക്കളെയെല്ലാം കൂടെ കൊണ്ടുപോയിക്കോളൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ തടയുവാനായിക്കൊണ്ട് ബ്രാഹ്മണന്മാരാരും മുന്നോട്ട് വന്നില്ല. ഇത് കണ്ടിട്ട് ബ്രാഹ്മണന്മാരാരും മുന്നോട്ട് വന്നില്ല. പശുക്കളെ ഏറ്റെടുക്കുവാനായിക്കൊണ്ടോ അല്ലെങ്കിൽ സാമസ്രവസിൻ്റെ ഈ പ്രവൃത്തിയെ തടയുവാനോ ആരും മുന്നോട്ട് വന്നില്ല. കാരണം എന്താണെന്നറിയോ? ബ്രാഹ്മണന്മാർ തല താഴ്ത്തിയിരുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ സാമസ്രവസിനെ തടയാത്തതിൻ്റെ കാരണം, ന ആത്മനഃ പ്രതിജ്ഞാതം, ന ആത്മനഃ പ്രതിജ്ഞാതം, തൻ്റെ അറിവിൽ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടായിരുന്നു. നല്ല മനോഹരമായ ഭാഷ്യമാണ് ആചാര്യസ്വാമികൾ എഴുതിയിരിക്കുന്നത് ഈ ആഖ്യായികയിൽ. ഇത് പഠിക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നഷ്ടമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളിത് പഠിക്കുന്നത്. അത്ര മനോഹരമായിട്ട് ഭാഷ്യം എഴുതിയിരിക്കുകയാണ്. ഓരോ സൂക്ഷ്മമായ അർത്ഥം. എന്തുകൊണ്ട് ബ്രാഹ്മണന്മാർ തല താഴ്ത്തിയിരുന്നു, അല്ലെങ്കിൽ സാമസ്രവസിനെ എതിർത്തില്ല? എല്ലാവരും പൈസയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? എത്രയാ ദക്ഷിണ കിട്ടിയത് അതെല്ലാം വാങ്ങിച്ച് സഞ്ചിയിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് എതിർത്തില്ല? ഇതാണ് കാരണം. ന ആത്മനഃ പ്രതിജ്ഞാതം, തൻ്റെ അറിവിൽ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട് അല്ലേ? ആത്മവിശ്വാസം നമുക്ക് വേണം, എങ്കിലേ നമുക്ക് ഗുരു കടാക്ഷം, ഈശ്വര കൃപ ഇത്യാദികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തിന് നമ്മൾ ഈ ഭാഷ്യം പഠിക്കുന്നു? നമുക്കത് ഉണ്ടാകണം, ആത്മവിശ്വാസം. എങ്കിലേ നമുക്ക് അനുഭവത്തിൽ വരികയുള്ളൂ പഠനം. അതുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. ആത്മവിശ്വാസമില്ലാത്തവൻ എത്ര പഠിച്ചിട്ടും അവർക്ക് അനുഭവം ഉണ്ടാവുകയില്ല. അപ്പോൾ അനുഭവത്തിൽ വരണമെങ്കിൽ പഠിക്കുന്ന വിദ്യയോട് ആത്മാർത്ഥതയുണ്ടാകണം, അതിൽ വിശ്വാസം, ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ ശ്രദ്ധയില്ലാതെ പഠിക്കരുത് എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യകാരൻ പറയുന്നത് അല്ലേ? എന്നിട്ട് പറയുകയാണ്, ഇവരെന്ത് ചെയ്തു? ഒന്നും തന്നെ ചെയ്യാതിരുന്നു. അതെങ്ങനെയാണെന്നറിയോ ഭാഷ്യത്തിൽ പറയുന്നത്? വെറുതെ കേട്ടിരുന്നാൽ മതി, കേൾക്കുന്നത് പോലും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്രവൃത്ത ഭൂതേഷു ബ്രാഹ്മണാഹ, ഇവർക്കൊന്നും അപ്രവൃത്ത, ഒന്നും ചെയ്യാനാകാതെ ഇവർ സ്തബ്ധിച്ചിരുന്നു പോയത്. അതായത് സാമസ്രവസിനെ തടുക്കുവാനോ യാജ്ഞവൽക്യ മഹർഷി ചെയ്ത പ്രവൃത്തി തെറ്റാന്ന് പറയാനോ ഒന്നും പറ്റാതെ അവർ സ്തബ്ധരായിരുന്നു പോയി ആ സമയത്ത്. ഈ യാജ്ഞവൽക്യ മഹർഷിയുടെ ധീരത കണ്ടിട്ട് ഈ സഭയിൽ, വിദ്വത്സഭയിലിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ എന്തായിപ്പോയി? അപ്രവൃത്ത ഭൂതേഷു ബ്രാഹ്മണാഹ,
ഒന്നും ചെയ്യാൻ അപ്രവൃത്ത, അനങ്ങാൻ പറ്റാണ്ടെന്ന്, ഒന്നും ചെയ്യാനാകാതെ ഈ ബ്രാഹ്മണന്മാർ തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തല താഴ്ത്തുന്ന എവിടെയാണ്? ഒന്നെങ്കിൽ നമ്മൾ അസത്യം ചെയ്യുമ്പോൾ, അല്ലേ, നമുക്ക് അധർമ്മമായ ചെയ്യുമ്പോൾ നമ്മൾ തല താഴ്ത്തണം. പിന്നെ ആത്മവിശ്വാസമില്ലാതെ വരുമ്പോൾ നമ്മൾ തല താഴ്ത്തേണ്ട വരും ജീവിതത്തിൽ. കച്ചിദ്ധീര പ്രത്യഗാത്മാനമൈഷത്, ധീരരാകണമെന്ന് കാണിച്ചു തരാം. സാമസ്രവസ് ധീരനായിരുന്നു. അതുകൊണ്ടാണ് ഗുരു വിളിക്കുമ്പോൾ, അയ്യോ എനിക്കിനി ജനകൻ്റെ രാജ്യസഭയിൽ ഞാൻ രാജനീതി പാലിക്കാതിരുന്നാൽ എനിക്ക് കാരാഗ്രഹവാസം ഉണ്ടാകുമോ, ഒരു പേടിയുണ്ടായില്ല സാമസ്രവസിന്. എന്തുകൊണ്ട്? ഗുരു അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ശിഷ്യരെ. ഗുരു ധീരൻ, ശിഷ്യരും ധീരന്മാർ തന്നെ. അതുകൊണ്ടാണ് സാമസ്രവസ് വിളിച്ച് ആ വിളിയിൽ തന്നെ ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, എന്നെയാണ് വിളിക്കുന്നെങ്കിൽ ഈ സഭയിൽ, അല്ലേ, എന്നെയാണ് ഗുരുനാഥൻ ഒരു കാര്യത്തിനായിട്ട് വിളിക്കുകയാണ്, ഞാനാണെങ്കിൽ ഭയമില്ലാതെ പോകുമോ? അല്ലേ, അത് നമ്മളോട് തന്നെ ആത്മപരിശോധന നടത്താനായിട്ട് പറയുകയാണ് ഇവിടെ. എന്നിട്ട് സാമസ്രവസ് എന്ത് ചെയ്തു? അതിനെ കൊണ്ടുപോയി, അത് നമ്മൾ കണ്ടു. അതിനുശേഷം എന്താണ്, ഇവർ ക്രോധിച്ചിരുന്നല്ലോ. അപ്പം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക്, താഹ ഉദജകാര തേഹ ബ്രാഹ്മണാഹ ചുക്രുതു ഇതി. ഇവരെന്ത് ചെയ്തു? അപ്പോൾ സാമസ്രവസ് അതിനെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ഇവർക്ക്, അയ്യോ നമുക്ക് കിട്ടേണ്ട ഈ പശുക്കളെല്ലാം കൊണ്ടുപോയല്ലോ, അല്ലേ, അല്ലേ, നമ്മുടെ കയ്യിൽ നിന്നും ധനം ചോർന്നു പോകുമ്പോഴുള്ള ഭയം, അല്ലേ, അത് എല്ലാവരുടെയും മുഖത്ത് പ്രകടമായി. അപ്പോഴെന്ത് ചെയ്തു? എന്ത് ചെയ്യുന്നു? അപ്പോൾ ബ്രാഹ്മണർക്ക് ദേഷ്യമുണ്ടായി. ചുക്രുതു എന്നുള്ളത് നമ്മൾ കണ്ടു. ദേഷ്യം ഉണ്ടാവുകയും ചെയ്തു. ആ ദേഷ്യത്തെ അവർ പ്രകടമാക്കുകയും ചെയ്തു, അല്ലേ. അപ്പോൾ ദേഷ്യത്തോടു കൂടി പുലമ്പാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യാജ്ഞവൽക്യ മഹർഷി കഥം നോ ബ്രഹ്മിഷ്ട ബ്രുവീദേ ഇതി. ഈ ബ്രാഹ്മണരെല്ലാവരും കൂടെ, അതായത് ഈ വിദ്വത്സഭയിൽ ഞാൻ പണ്ഡിതനാണ്, ശാസ്ത്രാർത്ഥിയാണ് എന്ന ഗർവത്തോടു കൂടിയിരിക്കും. ശരിക്കും ഇവരല്ല, ഇവർ ബ്രാഹ്മണരല്ല ശരിക്കും, പക്ഷെ ബ്രാഹ്മണരാണെന്നുള്ള ഗർവത്തോടു കൂടിയിരിക്കുന്ന ഇവർ യാജ്ഞവൽക്യ മഹർഷിയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഇവർക്ക് ദേഷ്യമടക്കാൻ സാധിക്കാതെ ഇരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യുന്നു? ഈ സമയത്ത് ഇനി അടുത്ത വാക്കാണ് ജനകസ്യ വൈദേഹസ്യ. ജനകസ്യ എന്ന് വെച്ചാൽ ഷഷ്ടി ഏകവചനം എന്ന് പറയാം അതിന്, വ്യാകരണ ശാസ്ത്രത്തിൽ. ജനകസ്യ ഇതില്ലേ, ഏകവചനം, ബഹുവചനം, ദ്വിവചനം, അതൊക്കെ നമുക്കറിയാമല്ലോ. അതിൽ ഷഷ്ടി ഏകവചനം എന്ന് ഇതിന് പറയും. ജനകസ്യ അതായത് ജനകൻ്റെ, വൈദേഹസ്യ വൈദേകൻ്റെ, ഒരാളുടെ പേര് തന്നെയാണ്, അല്ലേ. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഒരാൾക്ക് ഒന്നിലധികം പേരുകൾ, അത് അന്നേ ഉണ്ടായിരുന്നു, അല്ലേ. അപ്പോൾ ഇവിടെയും അത് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ജനകൻ്റെ, വൈദേഹൻ്റെ, ഹോദാ അശ്വലഹ. ഹോദാ അശ്വലഹ, ഹോദാവായിരിക്കുന്ന അശ്വലൻ. ഇവിടെ ഹോദാവായിരിക്കുന്ന അശ്വലൻ എന്ന് വെച്ചാൽ ഈ ജനക മഹാരാജാവ് ഈ ജനകസഭയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്, അല്ലെങ്കിൽ വിദേഹ രാജ്യത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് വെച്ചാൽ നിത്യം അഗ്നിഹോത്രാദി യാഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇഷ്ടപ്പെട്ട കാര്യം അതായിരുന്നു, അല്ലേ. ജനക മഹാരാജാവിൻ്റെ ഇഷ്ടവിനോദം. ഈ രാജാക്കന്മാർക്കൊക്കെ വിനോദങ്ങളുണ്ടല്ലോ, നായാടുക, നരിയാടുക, അല്ലേ, ഇത്യാദി ഇത്യാദി വിനോദങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ജനക മഹാരാജാവിൻ്റെ ഇഷ്ടവിനോദം എന്ന് വെച്ചാൽ നിത്യം യജ്ഞയാഗാദികൾ ചെയ്യുക. അത് ഏത് വേദമായാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. നിത്യം അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കണം, യാഗം ഉണ്ടായിരിക്കണം ആ രാജ്യത്ത്. അതായിരുന്നു ജനക മഹാരാജാവിൻ്റെ ഇഷ്ടവിനോദം.
അപ്പോൾ ജനക മഹാരാജാവ് ഈ ഇഷ്ടവിനോദം കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വേദത്തിൻ്റെയും പുരോഹിതന്മാരുണ്ടായിരുന്നു. ഹൃദ്വിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി നമ്മൾ അടുത്ത മന്ത്രത്തിൽ പഠിക്കും, വേദപുരോഹിതൻ എന്നാണ്. അപ്പോൾ എല്ലാ വേദത്തിൻ്റെയും പുരോഹിതന്മാർ അദ്ദേഹത്തിൻ്റെ രാജസഭയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണ്ഡിതന്മാരെല്ലാം ഇരിക്കുകയാണ്. അതിൽ ഈ ദേഷ്യമടക്കാൻ പറ്റാണ്ട് അതിൽ ഒരു പുരോഹിതനായ അശ്വലൻ്റെ ഏത് വേദപുരോഹിതനാണ് അശ്വലൻ എന്ന് പറയുകയാണ്? ഹോദാ അശ്വലഹ. അതായത് ഹൃഗ്വേദ പുരോഹിതനെയാണ് ഹോദാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൃഗ്വേദ പുരോഹിതനായ അശ്വലൻ ആരാണ്? ജനക രാജ്യത്ത് തന്നെ ഉള്ള ജനക മഹാരാജാവിൻ്റെ തന്നെ ഹോദാവാണ്. ശ്രദ്ധിക്കണേ, ജനക മഹാരാജാവിൻ്റെ തന്നെ പുരോഹിതനാണ് ആര്? ജനക മഹാരാജാവിൻ്റെ തന്നെ പുരോഹിതനാണ് അശ്വലൻ. അശ്വലനെ ഹോദാവ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് ഹോദാവ് എന്ന് വിളിക്കാൻ കാരണം? അദ്ദേഹം ഋഗ്വേദ പുരോഹിതനായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? മൂപ്പർക്ക് ഈ യാജ്ഞവൽക്യയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് അദ്ദേഹത്തിന് ഇരിപ്പുറയ്ക്കുന്നില്ല, ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഭാഷ്യം ഒന്ന് വായിക്കാൻ, ചെറുതെ കേട്ടിരുന്നോളൂ. യാജ്ഞവൽക്യഃ ബ്രാഹ്മണാഃ ധനം സ്വീകരണേന സ്വബ്രഹ്മിഷ്ടം അഭിമാനിഃ ജനകസ്യ യജമാനസ്യ ഹോദാ അശ്വലഃ. അതായത് ഞങ്ങളെല്ലാവരും ഈ പണം സ്വീകരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ പൈസ മുഴുവൻ യാജ്ഞവൽക്യ മഹർഷി ഒറ്റയടിക്ക് ആരോടും ചോദിക്കാണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയത് ശരിയല്ല. അപ്പോൾ ഞാൻ ആരാണെന്ന് അദ്ദേഹം പറയുകയാണ്. ജനകസ്യ യജമാനസ്യ ഹോദാ അശ്വലഃ. അതായത് ജനക മഹാരാജാവായ യജമാനൻ്റെ, യജമാനൻ എന്ന് വെച്ചാൽ യാഗം ചെയ്യുന്ന മുഖ്യയാൾ അല്ലേ, യജമാനൻ. ആ യജമാനൻ്റെ ഹോദാവായ അശ്വലനാണ് ഞാൻ. അതായത് ഏറ്റവും ഋഗ്വേദത്തിലെ പണ്ഡിതനാണ് ഞാനില്ലെങ്കിൽ ജനക മഹാരാജാവ് ഋഗ്വേദ യാഗങ്ങളൊന്നും ചെയ്യില്ല. ഇതെന്തിനു വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നു എന്ന് വെച്ചാൽ ഇനി നമ്മൾ 3-4 മന്ത്രത്തിൽ ഈ യാഗത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ആക്കണം. അപ്പം അശ്വലൻ പറയുകയാണ്, നമ്മൾ പറഞ്ഞല്ലോ മുറുമുറുത്തൂന്ന്, ഇവർ പുലമ്പാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ചുക്രുതു എന്ന്. ഈ പുലമ്പലാണ് ഭാഷ്യം പറയുന്നത്. എന്തൊക്കെയാണ് പുലമ്പൽ? അതിലൊരാൾക്ക് എല്ലാവരും ചെറുങ്ങനെ പറയുന്നു. അശ്വലന് ദേഷ്യം സഹിക്കാൻ വയ്യാണ്ട് അശ്വലൻ ഉറക്കെ ആക്രോശിക്കാൻ തുടങ്ങുകയാണ്. ആ ആക്രോശമാണ് വായിച്ചത്. ജനകസ്യ യജമാനസ്യ ഹോദാ അശ്വലഃ സോ ബ്രഹ്മിഷ്ടഃ അഭിമാനി. ഞാൻ ജനകൻ്റെ ഹോദാവാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? നമ്മൾ രാജർഷിയാണ്, രാജഗുരുവാണ്, പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനിയാണ്, പ്രധാനിയാണ് ഞാൻ അശ്വലൻ. ഞാൻ ആരാണ്? ഞാൻ ബ്രഹ്മിഷ്ടഃ അഭിമാനി, ഞാൻ ബ്രഹ്മിഷ്ടൻ തന്നെയാണ് എന്ന് ഈ അശ്വലൻ പുലമ്പുകയാണ്. അപ്പോൾ ഈ പുലമ്പൽ ആര് കേട്ടു? യാജ്ഞവൽക്യ മഹർഷി ഇത് കേൾക്കുകയാണ്. അങ്ങനെ അശ്വലൻ്റെ ഈ ശബ്ദം മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സമയത്ത് അശ്വലൻ എന്നയാൾ ഈ പുലമ്പലൊക്കെ പറഞ്ഞത്, അതായത് അദ്ദേഹത്തിൻ്റെ ആ ടൈറ്റിലെല്ലാം പറഞ്ഞതിന് ശേഷം, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞതിന് ശേഷം അശ്വലൻ എന്ത് ചെയ്യുന്നു? ജനക മഹാരാജാവിൻ്റെ അനുമതി ഒന്നും ചോദിക്കാതെ യാജ്ഞവൽക്യ മഹർഷിയോട് നേരിട്ട് ചോദിക്കുകയാണ്. അതായത് താങ്കളാണോ ത്വംനു ഖലുനോ യാജ്ഞവൽക്യ ബ്രഹ്മിഷ്ടഃ അസി ഇതി. അതായത് ഞാൻ രാജാവിൻ്റെ പുരോഹിതനാണ്, ഋഗ്വേദ പുരോഹിതനാണ്, എനിക്ക് ക്രോധമെടുക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് രാജാവിൻ്റെ ഈ അനുമതി ചോദിക്കാതെയാണോ യാജ്ഞവൽക്യ അങ്ങ് ഈ രാജനീതിക്ക്
വിപരീതമായ പ്രവൃത്തി ചെയ്തത് എന്ന് അശ്വലൻ ചോദിക്കുന്നുണ്ട്. രാജ ആശ്രയത്വാദ് ധാർഷ്ട്യ, അതായത് അങ്ങ് കാണിച്ചത് വലിയ ധാർഷ്ട്യമാണെന്ന്, പൊറുക്കാനാവാത്ത തെറ്റാണ് അങ്ങ് ചെയ്തത് എന്ന് യാജ്ഞവൽക്യനോട് ഈ അശ്വലൻ പറയുകയാണ്. യാജ്ഞവൽക്യ മഹർഷി ഇതൊന്നും കേട്ട് ഒന്നും മിണ്ടാണ്ട് എന്താ ചെയ്യാണ്, ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ടു അസി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആക്ഷേപാർത്ഥം അസി ശബ്ദം, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ അർത്ഥവും കൂടെ വേണ്ടവർ എഴുതിക്കോളൂ. ധാർഷ്ട്യാർത്ഥം അസി ശബ്ദ, ധാർഷ്ട്യാർത്ഥം അസി ശബ്ദ, ധാർഷ്ട്യത്തോടുകൂടി, അതായത് അങ്ങാണോ ഏറ്റവും വലിയ ബ്രഹ്മിഷ്ഠൻ എന്ന് കളിയാക്കിയും ചോദിക്കുന്നു, ദേഷ്യത്തോടെയും ചോദിക്കുന്നു. അതുകൊണ്ടാണ് അസീ എന്ന് നീട്ടിച്ചൊല്ലിയത് അല്ലേ. ഇത് നിങ്ങളുടെ പുസ്തകത്തിലില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എഴുതിയെടുക്കുക. ഓരോ ഹ്രസ്വത്തിനും ഓരോ ദീർഘത്തിനും ഓരോ പ്ലുതത്തിനും ഒക്കെ വേദത്തിൽ അതിൻ്റെതായ അർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ ചെയ്യരുത് അല്ലേ. നമ്മൾ എന്താ പഠിക്കുന്നത്? എല്ലാറ്റിലും ഈശ്വരനെ കാണാനെന്ന് പഠിക്കുന്നുണ്ട്. അതാണ് മോക്ഷം അല്ലേ. ഈ ചെറിയ ചെറിയ വ്യവഹാരങ്ങൾ നമ്മൾക്കതിന് സഹായിക്കും അല്ലേ. നമ്മൾ എങ്ങനെയാ ജീവൻ മുക്തനാകുന്നത്? അധ്യാരോപ അപവാദ പ്രക്രിയയിലൂടെ. അധ്യാരോപം എന്താണ്? സർവത്തിലും ഈശ്വരനെ കാണാൻ. അപ്പം നമ്മളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുക? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളെ എങ്ങനെയാണ് നമ്മൾ അളക്കുക? അറിയില്ല നമ്മൾക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളാരെന്ന്. അപ്പം അതുകൊണ്ട് അവരോട് സൗമ്യമായ സഭ്യമായ ഭാഷയിൽ പെരുമാറണം. ഇല്ലാത്തവന് എല്ലാറ്റിലും ഈശ്വരനെയൊന്നും കാണാൻ സാധിക്കില്ല. വ്യവഹാരത്തിൽ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ പറ്റും? അപ്പം ആ വ്യവഹാരം നമ്മൾ ശീലിക്ക വേണം എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? നമ്മൾ ആരെയും ആക്ഷേപിക്കാനും പോകരുത്, നമ്മൾ ആരോടും രാഷ്ട്രീയപ്പെടാനും പോകരുത്. അത് സാധനയ്ക്ക് വിഘ്നമാണ്. അതിവിടെ പറഞ്ഞു തന്നു. എന്നിട്ട് എന്താണ് യാജ്ഞവൽക്യ മഹർഷി എന്താ ചെയ്തത്? എല്ലാവരെയും നമസ്കരിച്ചു അല്ലേ. തന്നോട് ക്രോധിച്ചവരെയും തന്നെ പരിഹസിച്ചവരെയും. ഇതാണ് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത്. ഈ ആഖ്യായികയിൽ നിന്ന് ഞാൻ എങ്ങനെയായിരിക്കും? എന്നെ പരിഹസിക്കുകയാണ് ഒരാൾ അല്ലേ. അല്ലേ, നിങ്ങളുടെ ഭാഷ ശരിയല്ല, നിങ്ങളുടെ ഉച്ചാരണം ശരിയല്ല, എന്തൊക്കെ പരിഹാസങ്ങൾ നമ്മൾ കേൾക്കും അല്ലേ. അല്ലേ, നിങ്ങൾക്ക് പൊക്കമില്ല അല്ലെ, നിങ്ങൾക്ക് മോട്ടയാണ്, ലംബയാണ്, പത്തിലിയാണ്, എന്തൊക്കെയാണ് നമ്മൾ പറയുക അല്ലെ, നമ്മളെപ്പറ്റി പറയുക. നമ്മളെങ്ങനെയായിരിക്കും ഈ സാഹചര്യത്തിൽ പെരുമാറുക? നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുകയാണ് അല്ലേ, ചീത്ത ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക? യാജ്ഞവൽക്യ മഹർഷി എങ്ങനെയാണ് പെരുമാറിയത്? എല്ലാവരും, നിങ്ങളെല്ലാവരെയും ഞാൻ ബ്രഹ്മിഷ്ഠനായി കാണുന്നു എന്ന്. ഇവർ മൂർഖരാണ് ശരിക്കും. അവിടെ വിദ്വത്സഭയിൽ വന്നിരിക്കുന്ന എല്ലാവരും മൂർഖരാണ് അല്ലേ. ആ മൂർഖരെ യാജ്ഞവൽക്യ മഹർഷി എന്താ വിളിക്കുന്നത്? ബ്രഹ്മിഷ്ഠൻ എന്ന് വിളിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. ഗുരുവിൻ്റെ എന്താ പറയുക, ഗുരുവെന്ന് പറയുന്നില്ല യാജ്ഞവൽക്യ മഹർഷി. ഞാൻ ബ്രഹ്മിഷ്ഠനെന്ന് പറയുന്നില്ല. എല്ലാവരെയും അദ്ദേഹം ബ്രഹ്മിഷ്ഠനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ആരെന്ന് പറയാണ്ട് പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ചെയ്യുന്നത് അല്ലേ. ബ്രഹ്മിഷ്ഠായ കുർമഹേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾക്കൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞു. ഞാൻ പശുവിനായിട്ടാണ് വേണ്ടി വന്നത്, എനിക്ക് വേണം പശുവിനെ. കാരണങ്ങൾ അദ്ദേഹം നിരത്തി. എന്നെ ആശ്രയിച്ച് ബ്രഹ്മചാരികളുണ്ട്, അവർക്ക് അധ്യയനം ചെയ്യണം, അവർക്ക് ഗുരുകുലവാസം വേണം. അതിനു വേണ്ടി അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഗോകാമഹ, എനിക്ക് ഗോകാമഹ എന്ന് വെച്ചാൽ വിത്തകാമഹ, എനിക്ക്
വിത്തം ആവശ്യമാണ്. ധർമ്മത്തിന് വേണ്ടി വിത്തകാമനായിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ. അങ്ങനെ നമ്മൾ കണ്ടു. ഇനി അടുത്തതിലേക്ക് പോകാം. ഈ ആഖ്യായിക നിരന്തരം മനനം ചെയ്യുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. തൃതീയ മന്ത്രം, മൂന്നാമത്തെ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യുനാ ആപ്തം, സർവം മൃത്യുനാ അഭിപന്നം, കേന യജമാനഃ മൃത്യോഃ ആപ്തിം അതിമുച്യത ഇതി. ഫുൾ സ്റ്റോപ്പ്, വിരാമം. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യുനാ ആപ്തം സർവം മൃത്യുനാ അഭിപന്നം കേന യജമാനഃ മൃത്യോഃ ആപ്തിം അതിമുച്യത ഇതി. ഹോത്ര ഹൃദ്ദിജഃ അഗ്നിനാ വാച വാഗ്വൈ യജ്ഞസ്യ ഹോതാ തദേയം വാക് സോയമഗ്നിഃ സ ഹോതാ സ മുക്തിഃ സാദിമുക്തിഃ. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കണേ. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യുനാ ആപ്തം സർവം മൃത്യുനാ അഭിപന്നം കേന യജമാനഃ മൃത്യോഃ ആപ്തിം അതിമുച്യത ഇതി. ഹോത്ര ഹൃദ്ദിജഃ അഗ്നിനാ വാച വാഗ്വൈ യജ്ഞസ്യ ഹോതാ തദേയം വാക് സോയമഗ്നിഃ സ ഹോതാ സ മുക്തിഃ സാദിമുക്തിഃ. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. സാധാരണ നമ്മൾ ചൊല്ലുന്ന പോലെ ഇവിടെ മറ്റ് പാരായണ വിധിക്ക് മാറ്റമില്ല. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യുനാ ആപ്തം സർവം മൃത്യുനാ അഭിപന്നം കേന യജമാനഃ മൃത്യോഃ ആപ്തിം അതിമുച്യത ഇതി. ഹോത്ര ഹൃദ്ദിജഃ അഗ്നിനാ വാച വാഗ്വൈ യജ്ഞസ്യ ഹോതാ തദേയം വാക് സോയമഗ്നിഃ സ ഹോതാ സ മുക്തിഃ സാദിമുക്തിഃ. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യുനാ ആപ്തം സർവം മൃത്യുനാ അഭിപന്നം കേന യജമാനഃ മൃത്യോഃ ആപ്തിം അതിമുച്യത ഇതി. ഹോത്ര ഹൃദ്ദിജഃ അഗ്നിനാ വാച വാഗ്വൈ യജ്ഞസ്യ ഹോതാ തദേയം വാക് സോയമഗ്നിഃ സ ഹോതാ സ മുക്തിഃ സാദിമുക്തിഃ. യാജ്ഞവൽക്യ ഇതിഹോവാച യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ എന്ന ഹോതാവ് ചോദിച്ചു. അത്രയുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം. ആരാണ്? ഹോതാവായ അശ്വലൻ. ഹോതാവ് എന്ന് വെച്ചാൽ എന്താണ്? ജനകരാജ്യത്തെ ഋഗ്വേദ പുരോഹിതൻ. ആ ഹോതാവായ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. ജനകരാജ്യത്തെ ഋഗ്വേദ പുരോഹിതനായ ഹോതാവായ അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കർമ്മകാണ്ഡമാണ് കൂടുതൽ അറിയാവുന്നത്. കാരണം നിത്യം യാഗം ചെയ്യുകയല്ലേ. ഋഗ്വേദത്തിലുള്ള യജ്ഞങ്ങൾ, ഹോമങ്ങൾ, യാഗങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിന് മനഃപ്പാഠമാണ് അല്ലേ, എല്ലാം അറിയാം. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും അറിയാവുന്ന ശാഖയെക്കുറിച്ചല്ലേ ചോദിക്കേണ്ടത് അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഒരാളോട് ചോദ്യം ചോദിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാമല്ലോ. അപ്പം നമുക്കൊരു ധൈര്യം വരുമല്ലോ. അപ്പം ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് അശ്വലൻ എന്താണ്, അദ്ദേഹത്തിന് അറിയാവുന്ന ശാഖയെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ശാഖ ഏതാണ്? ഋഗ്വേദ ശാഖ. ഋഗ്വേദ ശാഖയിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ടും അറിയാവുന്നത് എന്താണ്?
പൂജയാഗാദികളെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ല, നമുക്ക് അറിയാവുന്ന പലതും കാണും, പക്ഷെ അതിൽ കൂടുതലും അറിയാവുന്നതിലായിരിക്കും നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾ കണ്ടോ, യജമാനഹ എന്നുള്ള വാക്ക് അല്ലേ? ശ്രദ്ധിക്കണേ. യദിതം സർവം മൃത്യുന ആപ്തം സർവം മൃത്യുന അഭിപന്നം കേന യജമാനഹ. അതായത് യജമാനൻ എന്ന് വെച്ചാൽ യാഗഹോമാദികൾ ചെയ്യുന്ന മുഖ്യൻ, യാഗമുഖ്യൻ എന്നാണ് യജമാനൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്താണ്? യാഗമുഖ്യൻ, യാഗങ്ങൾ ചെയ്യുന്നതിൽ പ്രധാനി എന്നാണ് മുഖ്യൻ അല്ലേ? യാഗപ്രധാനി, യാഗപ്രഥമജൻ എന്നൊക്കെ പറയാം. യാഗപ്രഥമജൻ എന്ന് പറഞ്ഞാലും യാഗപ്രധാനി എന്ന് പറഞ്ഞാലും യാഗമുഖ്യൻ എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെ. യാഗം ചെയ്യുന്നതിൽ മുഖ്യ ആള്, അയാളെ എന്ത് വിളിക്കും? യജമാനൻ എന്ന് വിളിക്കും. ഈ യജമാനൻ നിത്യവും യാഗം ഇങ്ങനെ ചെയ്തു. ഇവിടെ ഏത് യാഗം എന്ന് പറയുന്നില്ല, അടുത്തതിൽ പറയുന്നുണ്ട്, അടുത്ത മന്ത്രത്തിൽ പറയുന്നുണ്ട് ഏത് യാഗം എന്ന്. ഇവിടെ ഏത് യാഗത്തിൻ്റെ യജമാനനാണെന്ന് പറയുന്നേയില്ല. അപ്പം ഈ യജമാനൻ യാഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം സാധാരണ ഈ യാഗം ചെയ്യുന്നതിൻ്റെ ഫലം, സകാമമായിട്ടുള്ള ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും യാഗം ചെയ്യുന്നത്. അത് ത്രേതായുഗത്തിലായിക്കോട്ടെ, ഇന്നായിക്കോട്ടെ, ഇനി നാളെ വരാനിരിക്കുന്ന യുഗം ആയിക്കോട്ടെ, 90% അല്ലെ 99 എടുത്തോളൂ അല്ലേ, ആളുകൾ എന്തിനാണ് യാഗഹോ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പൂജ ചെയ്യുന്നു, ഒരു വഴിപാട് നടത്തുന്നു അല്ലേ, എനിക്ക് ജീവൻ മുക്തി വേണം എന്ന് പറഞ്ഞ് നമ്മൾ ആരും ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യാറില്ല. നമുക്ക് എന്താണ്? വ്യവഹാരത്തിലെ കാര്യസിദ്ധി വേണം, നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ സിദ്ധിക്കണം, വിഘ്നമില്ലാണ്ട് പോകണം. അതിനല്ലേ നമ്മൾ സാധാരണ ഒരു അർച്ചനയായിക്കോട്ടെ, പുഷ്പാഞ്ജലി ആയിക്കോട്ടെ, അവിടുന്ന് തുടങ്ങി 1 രൂപ നാണയം മുതൽ യാഗം വരെയുള്ളത് എടുത്തോളൂ. എന്തും ചെയ്യുന്നത് നമുക്ക് ഫലസിദ്ധിക്ക് വേണ്ടിയാണ്. അപ്പം യാഗത്തിൻ്റെ പ്രധാനമായ ഫലം സ്വർഗ ലോകപ്രാപ്തിയാണ്. അത് അശ്വമേധ ആയിക്കോട്ടെ, വാജ്പേയി ആയിക്കോട്ടെ, അഗ്നിഹോത്രമായിക്കോട്ടെ, സോമയാഗമായിക്കോട്ടെ, ഏത് യാഗമായിക്കോട്ടെ, അതിൻ്റെ ആത്യന്തികമായ ഫലം സ്വർഗപ്രാപ്തിയാണ്. വെറുതെ കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് യാഗം ചെയ്യുന്ന ഒരു യജമാനൻ, ആ യജമാനനെയാണ് ഇവിടെ അശ്വലൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരാൾ നിരന്തരം യാഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അയാൾ ഒരു ദിവസം മരിക്കണ്ടേ? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോവുള്ളൂ അല്ലേ? അതാണ് പറയുന്നത്. ഇനി മന്ത്രത്തിലേക്ക് പോകാം. യദിദം സർവം മൃത്യുന ആപ്തം സർവം മൃത്യുന അഭിപന്നം കേന യജമാനഃ മൃത്യോഹോ ആപ്തിം അതിമുച്യതേ. അതായത് ഈ യാഗം ചെയ്യുന്ന ആള്, അയാളുടെ ചുറ്റും മൃത്യുദേവത ഇങ്ങനെ വട്ടം കറങ്ങുക. അതാണ് മൃത്യുന ആപ്തം. ആപ്തം എന്ന് വെച്ചാൽ വ്യാപ്തം. നമ്മുടെ ചുറ്റും യാഗം ഒന്നും ചെയ്യണ്ട, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. നമ്മുടെ ചുറ്റും 24/7 ആരാ ഉള്ളത് അല്ലേ? 24 മണിക്കൂർ സമയവും ആരാ നമ്മളെ വിടാതെ നമ്മുടെ ചുറ്റുമുള്ളത്? യമധർമ്മരാജാവാണല്ലേ. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വിളി വരാം, ഒന്നും ചോദിക്കാണ്ട് നമ്മൾ പൊക്കോണം അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് യജമാനൻ്റെ കാര്യമാണ്. ഈ യാഗം ചെയ്യുന്ന ആൾ യാഗഭൂമിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിന്ത വരണം. അശ്വലൻ ചോദ്യം ചോദിക്കുന്നു, യാജ്ഞവൽക്യൻ മറുപടി പറയാനായിട്ട് കാത്തിരിക്കുന്നു. അപ്പം അശ്വലൻ പറയുകയാണ്, ഒരു യാഗം ചെയ്യുന്ന ഒരാൾ, അയാൾ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അയാൾക്ക് ചുറ്റും മൃത്യുദേവതയല്ലേ കടന്ന് കറങ്ങുന്നത്? അതാണ് ചോദ്യം. ശ്രദ്ധിക്കണേ. ഒരു യാഗം ചെയ്യുന്ന ആൾ, അശ്വലൻ ചോദിക്കുകയാണ്, അയാൾക്ക് ചുറ്റും മൃത്യുദേവത എപ്പോഴും ഇല്ലേ? എന്നിട്ട് ചോദിക്കുന്നു, മൃത്യോഹോ ആപ്തിം അതിമുച്യതേ. എങ്ങനെയാണ് ഇയാൾ ഈ മൃത്യുവിൻ്റെ പിടിയിൽ നിന്നും രക്ഷ നേടുക? അതാണ് അശ്വലൻ്റെ ചോദ്യം.
അല്ലേ? അശ്വലൻ്റെ ചോദ്യം, നമുക്ക് ചോദ്യം പറഞ്ഞിട്ട് ഇന്ന് നിർത്താം, ഉത്തരം നാളെ കാണാം. അശ്വലൻ്റെ ചോദ്യം ഇത്രയും മാത്രമേ ഉള്ളൂ. എന്ത് ആഗ്രഹിച്ചുകൊണ്ട് യാഗം ചെയ്യുന്ന ഒരു യജമാനൻ, അയാൾ യാഗം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും യാഗത്തിൻ്റെ ഫലം ആഗ്രഹിക്കുമ്പോഴും യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ സകല സമയവും അയാളോടൊപ്പം മരണമില്ലേ? മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരരുതോ? ഈ മരണത്തിൽ നിന്നും ഇയാൾക്ക് എങ്ങനെ രക്ഷ നേടാൻ സാധിക്കും? അതാണ് അശ്വലൻ്റെ ചോദ്യം. ഉത്തരം നമുക്ക് നാളെ കാണാം. ആ ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷി വിജയിക്കും. അപ്പോൾ അശ്വലൻ്റെ ദേഷ്യം വീണ്ടും കൂടും. അപ്പോൾ അശ്വലൻ എന്ത് ചെയ്യും? അതിലും കുറച്ചും കൂടെ പ്രയാസമായ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിലും യാജ്ഞവൽക്യ മഹർഷി വിജയിക്കും. വീണ്ടും ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദ്യോത്തര സംവാദ രൂപത്തിൽ അശ്വലൻ 10 മന്ത്രങ്ങളായിട്ട് അങ്ങനെയാണ് അശ്വല ബ്രാഹ്മണം. അവസാനം അശ്വലൻ തൻ്റെ ധാർഷ്ട്യമൊക്കെ മാറി, ക്രോധമൊക്കെ മാറി, അശ്വലൻ മനസ്സിലാകും ഞാൻ ആരുമല്ല എന്നുള്ള അഹങ്കാരം അജ്ഞലൻ്റെ മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി നാളെ കാണാം. എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഏറ്റവും പ്രധാനവും സൂക്ഷ്മവുമായ ഭാഗങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോയിലേ പോവുകയുള്ളൂ. ആ ക്ഷമ എനിക്കുണ്ടാകണേ എന്ന് ഗുരുവായ യാജ്ഞവൽക്യ മഹർഷിയോട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.